ലോഗോസ് ക്വിസ് 2025 എല്ലാവർക്കും സ്വാഗതം. വിശുദ്ധ പൗലോസ് എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. വിശുദ്ധ പൗലോസ് എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ സ്വീകർത്താക്കൾ വിജാതീയരാണെന്ന് സൂചിപ്പിക്കുന്ന ഭാഗമേത്? ഉത്തരം 3-ാം അധ്യായം 1-ാം തിരുവചനം. അതൊന്ന് വായിക്കാം. ഇക്കാരണത്താൽ വിജാതീയരായ നിങ്ങൾക്ക് വേണ്ടി യേശുക്രിസ്തുവിനെ പ്രതി തടവുകാരനായി തീർന്നിരിക്കുന്ന പൗലോസായ ഞാൻ. ഒന്നുകൂടെ വായിക്കാം. വിശുദ്ധ പൗലോസ് എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ സ്വീകർത്താക്കൾ വിജാതീയരാണെന്ന് സൂചിപ്പിക്കുന്ന ഭാഗമേത്? ഉത്തരം 3-ാം അധ്യായം 1-ാം വചനം. അതൊന്ന് വായിക്കാം. ഇക്കാരണത്താൽ വിജാതീയരായ നിങ്ങൾക്ക് വേണ്ടി യേശുക്രിസ്തുവിനെ പ്രതി തടവുകാരനായി തീർന്നിരിക്കുന്ന പൗലോസായ ഞാൻ. അടുത്തത് എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 5:31 സമാനമായ ഭാഗം ഉൽപ്പത്തി പുസ്തകം 2:24 ഉണ്ട്. അതൊന്ന് വായിക്കാം. പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഒന്നുകൂടെ വായിക്കാം. എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 5:31 സമാനമായ ഭാഗം ഉൽപ്പത്തി 2:24 ഉണ്ട്. അതൊന്ന് വായിക്കാം. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. അടുത്തത്, പിതാവായ ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പ് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തത് എന്തിന്? ഉത്തരം അവിടുത്തെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ. 1-ാം അധ്യായം 4-ാം വചനം. ഒന്നുകൂടെ വായിക്കാം. പിതാവായ ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പ് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തത് എന്തിന്? ഉത്തരം അവിടുത്തെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ. അടുത്തത്, അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ ഡാഷും അവൻ്റെ രക്തം വഴി ഡാഷും കൈവന്നിരിക്കുന്നു. ഉത്തരം പാപമോചനവും രക്ഷയും. ഒന്നുകൂടെ വായിക്കാം. അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. 1-ാം അധ്യായം 7-ാം വചനം. അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. അടുത്തത്, അവിടുന്ന് ഡാഷ് അവൻ്റെ പാദങ്ങൾക്ക് കീഴിലാക്കുകയും എല്ലാറ്റിനും മുകളിൽ അവനെ ഡാഷ് എന്തിന് തലവനായി നിയമിക്കുകയും ചെയ്തു? ഉത്തരം അവിടുന്ന് എല്ലാ വസ്തുക്കളെയും അവൻ്റെ പാദങ്ങൾക്ക് കീഴിലാക്കുകയും എല്ലാറ്റിനും മുകളിൽ അവനെ സഭയ്ക്ക് തലവനായി നിയമിക്കുകയും ചെയ്തു. 1-ാം അധ്യായം 22-ാം വചനം. ഒന്നുകൂടെ വായിക്കാം. അവിടുന്ന് എല്ലാ വസ്തുക്കളെയും അവൻ്റെ പാദങ്ങൾക്ക് കീഴിലാക്കുകയും എല്ലാറ്റിനും മുകളിൽ അവനെ സഭയ്ക്ക് തലവനായി നിയമിക്കുകയും ചെയ്തു. അടുത്തത്, ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന എഫേസോസുകാർ ഇപ്പോൾ എങ്ങനെയാണ് സമീപസ്ഥരായിരിക്കുന്നത്? ഉത്തരം യേശു ക്രിസ്തുവിൽ അവൻ്റെ രക്തം വഴി. 2-ാം അധ്യായം 13-ാം വചനം. ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന എഫേസോസുകാർ ഇപ്പോൾ എങ്ങനെയാണ് സമീപസ്ഥരായിരിക്കുന്നത്? യേശു ക്രിസ്തുവിൽ അവൻ്റെ രക്തം വഴി. ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന എഫേസോസുകാർ ഇപ്പോൾ എങ്ങനെയാണ് സമീപസ്ഥരായിരിക്കുന്നത്? യേശു ക്രിസ്തുവിൽ അവൻ്റെ രക്തം വഴി. അടുത്തത്, അവനെ പ്രതി എഫേസോസുകാർ ഹൃദയവ്യഥ അനുഭവിക്കരുതെന്നും അതാണ് അവരുടെ മഹത്വമെന്നും പൗലോസ് എഴുതുന്നത് എന്തിനെക്കുറിച്ചാണ്? ഉത്തരം പൗലോസ്ലീഹ എഫേസോസുകാർക്ക് വേണ്ടി സഹിക്കുന്ന പീഡകളെ പ്രതി. 3-ാം അധ്യായം 13-ാം വചനം. ഒന്നുകൂടെ വായിക്കാം. അതിനെ പ്രതി എഫേസോസുകാർ ഹൃദയവ്യഥ അനുഭവിക്കരുതെന്നും അതാണ് അവരുടെ മഹത്വമെന്നും പൗലോസ് എഴുതുന്നത് എന്തിനെക്കുറിച്ചാണ്? ഉത്തരം പൗലോസ്ലീഹ എഫേസോസുകാർക്ക് വേണ്ടി സഹിക്കുന്ന പീഡകളെ പ്രതി. 3:13. അടുത്തത്, ഹൃദയകാഠിന്യ നിമിത്തം അജ്ഞത ബാധിച്ച അവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു. ആരെക്കുറിച്ചാണ് പൗലോസ്ലീഹ ഇപ്രകാരം എഴുതുന്നത്? ഉത്തരം വിജാതീയരെക്കുറിച്ച്. 4-ാം അധ്യായം 18-ാം വചനം. ഹൃദയകാഠിന്യം നിമിത്തം അജ്ഞത ബാധിച്ച അവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു. ആരെക്കുറിച്ചാണ് പൗലോസ് ഇപ്രകാരം എഴുതുന്നത്? ഉത്തരം വിജാതീയർ. ഒന്നുകൂടെ വായിക്കാം. ഹൃദയകാഠിന്യം നിമിത്തം അജ്ഞത ബാധിച്ച അവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു. ആരെക്കുറിച്ചാണ് പൗലോസ്ലീഹ ഇപ്രകാരം എഴുതുന്നത്? ഉത്തരം വിജാതീയരെക്കുറിച്ച്. 4:18. അടുത്തത്, എപ്രകാരമുള്ള ഗുണങ്ങളാൽ നിറഞ്ഞ പുതിയ മനുഷ്യനെ എഫേസോസുകാർ ധരിക്കണമെന്നാണ് വിശുദ്ധ പൗലോസ്ലീഹ എഴുതുന്നത്? ഉത്തരം യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്താൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവിൻ. 4-ാം അധ്യായം 24-ാം വചനം. ഇന്നിവിടെ വായിക്കാം. എപ്രകാരമുള്ള ഗുണങ്ങളാൽ നിറഞ്ഞ പുതിയ മനുഷ്യനെ എഫേസോസുകാർ ധരിക്കണമെന്നാണ് വിശുദ്ധ പൗലോസ്ലീഹ എഴുതുന്നത്? ഉത്തരം യഥാർത്ഥമായ വിശുദ്ധിയിലും
നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്താൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവിൻ. അടുത്തത്, ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ലാത്തവർ ആരെല്ലാം? ഉത്തരം, വ്യഭിചാരി, അശുദ്ധനും അത്യാഗ്രഹികളും വിഗ്രഹാരാധകനും. 5-ാം അധ്യായം 5-ാം വചനം. ഒന്നുകൂടെ വായിക്കാം. ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ലാത്തവർ ആരെല്ലാം? വ്യഭിചാരികൾ, അശുദ്ധരും അത്യാഗ്രഹികളും വിഗ്രഹാരാധകനും. അടുത്തത്, ഡാഷ് വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഉത്തരം, വിശ്വാസം വഴി. 3-ാം അധ്യായം 17-ാം വചനം. വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒന്നുകൂടെ വായിക്കാം. വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. 3:17. അടുത്തത്, എല്ലാ ഡാഷ് ഒപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ എന്നാണ് വിശുദ്ധ പൗലോസ് എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 18-ാം വചനത്തിൽ എഴുതുന്നത്. ഉത്തരം, എല്ലാ വിശുദ്ധരോടുമൊപ്പം. ഒന്നുകൂടെ വായിക്കാം. എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ. അടുത്തത്, അറിവിനെ അതിശയിപ്പിക്കുന്ന ക്രിസ്തുവിൻ്റെ ഡാഷ് നിങ്ങൾ ഗ്രഹിക്കാനും അതുവഴി ദൈവത്തിൻ്റെ സമ്പൂർണ്ണതയാൽ നിങ്ങൾ പൂരിതരാകാനും ഇടയാകട്ടെ. ഉത്തരം, സ്നേഹം. 3:19. ഒന്നുകൂടെ വായിക്കാം. അറിവിനെ അതിശയിപ്പിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കാനും അതുവഴി ദൈവത്തിൻ്റെ സമ്പൂർണ്ണതയാൽ നിങ്ങൾ പൂരിതരാകാനും ഇടയാകട്ടെ. അറിവിനെ അതിശയിപ്പിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കാനും അതുവഴി ദൈവത്തിൻ്റെ സമ്പൂർണ്ണതയാൽ നിങ്ങൾ പൂരിതരാകാനും ഇടയാകട്ടെ. അടുത്തത്,